ഹലോ മച്ചാന്മാരെ. ജീവിതത്തിൽ ഏറ്റവും സങ്കടം തോന്നുന്ന നിമിഷം ഏതാണെന്നറിയോ? ഉപ്പില്ലാണ്ട് കഞ്ഞി കുടിക്കുമ്പോ. അല്ലേ? രുചിയുടെ കാര്യത്തിൽ ഉപ്പിന് വെല്ലം വേറെ ആരുമില്ല. കറിയിൽ ഉപ്പ് കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം. WHO ശുപാർശ പ്രകാരം ഒരാളുടെ സോഡിയത്തിന്റെ അളവ് വെറും 2300 മില്ലിഗ്രാം മാത്രം മതി എന്നാണ്. പക്ഷേ മലയാളികളുടെ ഭക്ഷണത്തിന്റെ ഒരു രീതി അനുസരിച്ച് അത് 3000-ന് മുകളിലാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഉപ്പിന് നമ്മുടെ ശരീരത്തിൽ ഒരു വില്ലൻ റോള് കൂടിയുണ്ട്. നമ്മുടെ രക്തസമ്മർദ്ദം കൂട്ടുന്ന കാര്യത്തിൽ ഈ ഉപ്പും ഒരു കൈ സഹായിക്കുന്നുണ്ടത്രേ. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമ്മുടെ ശരീരം ഒരു കിടുക്കാച്ച സംവിധാനമാണല്ലേ. നമ്മുടെ ഹൃദയം ഒരു പമ്പും രക്തക്കുഴലുകൾ വെള്ളമൊഴുകുന്ന പൈപ്പുകൾ പോലെയും. ഈ പൈപ്പിലൂടെ രക്തം ഇങ്ങനെ ചീറിപ്പായുകയാണ്. ഈ രക്തം രക്തക്കുഴലിന്റെ ഭിത്തിയിൽ ചെലുത്തുന്ന ഒരു ചെറിയ മർദ്ദമാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഇതൊരു സാധാരണ കാര്യമാണ്. ഇല്ലെങ്കിൽ രക്തം ശരീരത്തിലൂടെ ഓടൂലല്ലോ. ഇനി ഈ കഥയിലെ വില്ലനായ ഉപ്പേട്ടനെ പരിചയപ്പെടാം. നമ്മൾ കഴിക്കുന്ന ഉപ്പിൽ സോഡിയം എന്ന് പറഞ്ഞ ഒരു സൂത്രശാലിയുണ്ട്. ഈ സോഡിയത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്. ഹേ വെള്ളമേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വെള്ളത്തെ ആകർഷിച്ചു നിർത്താൻ ഒരു മാന്ത്രിക ശക്തിയുണ്ട് ഇവന്. അങ്ങനെ നമ്മൾ ഒരുപാട് ഉപ്പ് കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശരീരത്തിൽ നിറയെ സോഡിയം. ഈ സോഡിയം ഒക്കെ നമ്മുടെ ശരീരത്തിലെ വെള്ളത്തെ ആകർഷിച്ച് രക്തത്തിലേക്ക് കൊണ്ടുവരും. കണ്ടില്ലേ, നമ്മുടെ രക്തക്കുഴലുകളിലേക്ക് ഇപ്പോൾ പഴയതിലും കൂടുതൽ വെള്ളം എത്തിയിട്ടുണ്ട്. ഇതിപ്പോ ഒരു വെള്ളക്കെട്ട് പോലെയായി. ഇതൊരു സാധാരണ പൈപ്പാണെന്ന് വിചാരിച്ചോളൂ. ഈ പൈപ്പിലൂടെ സാധാരണ പോകുന്നതിലും കൂടുതൽ വെള്ളം അങ്ങ് നിറഞ്ഞാൽ എന്ത് സംഭവിക്കും? പൈപ്പിനുള്ളിൽ ഒരു ഭയങ്കര പ്രഷർ ആവില്ലേ? അതുപോലെയാണ് നമ്മുടെ രക്തക്കുഴലുകളും. ഈ അധിക വെള്ളം രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ ഒരു ഭയങ്കര പ്രഷർ കൊടുക്കാൻ തുടങ്ങും. ഇതിനെയാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. തുടക്കത്തിൽ ഇത് നമ്മൾ അറിയണമെന്നില്ല. ഈ അധിക രക്തസമ്മർദ്ദം നമ്മുടെ രക്തക്കുഴലുകളെ പതിയെ പതിയെ നശിപ്പിച്ചു തുടങ്ങും. നമ്മുടെ ഹൃദയം, വൃക്കകൾ, തലച്ചോറ് ഇവർക്കൊക്കെ ഇത് വലിയ പണിയാവും. അപ്പോൾ ഈ വില്ലനായ ഉപ്പേട്ടനെ എങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കുക? സിമ്പിൾ. ആദ്യം തന്നെ ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കുക. ഇവരൊക്കെയാണ് ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കൂട്ടുകയും രക്തസമ്മർദ്ദം കൂട്ടുകയും ചെയ്യുന്ന വില്ലന്മാർ. അപ്പൊ ഇവരൊക്കെ ആദ്യമേ അങ്ങ് ഒഴിവാക്കുക. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കുറച്ചുണ്ടാക്കാൻ ശ്രമിക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക. പ്രോസസ്ഡ് ഫുഡ്സ് മേടിക്കുമ്പോൾ ലോ സോഡിയം ലേബൽ നോക്കി മാത്രം മേടിക്കുക. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മാത്രമല്ല, കുറച്ച് വ്യായാമവും നല്ല ഉറക്കവും ഇതെല്ലാം ചെയ്താൽ നമുക്ക് പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഉപ്പില്ലാണ്ട് നമുക്ക് ഒട്ടും ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഉപ്പ് മിതമായി ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ രക്ഷിക്കാം, നമ്മുടെ പ്രഷറിനെ കൺട്രോളിലാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.